അവിടെ നമ്മളെ കണ്ടത് പെട്ടെന്ന് ഇവിടുന്ന് ബ്രോ കറക്റ്റ് നമ്മളെ കണ്ടത് ഇവിടുന്ന. ഞാനിപ്പോൾ നിൽക്കുന്ന സ്പോട്ടിൽ നിന്നിട്ട് ഒരു ഭയങ്കര ഹൈറ്റുള്ള രൂപം, ഒരു പക്ക ഇരുണ്ട ബ്ലാക്ക് കളറിലെ പക്ക ഒരു ഹൈറ്റ്. ഇവിടെ ആൾറെഡി ഫുൾ ഇരുട്ടാണ്. ഈ ഇരുട്ടിനെയും വന്നിട്ട് ഓവർടേക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു ക്യാമറ നേരെ പിടിക്കുന്നു. ആ ഇരുട്ടിനെയും വന്നിട്ട് ഓവർടേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കറുത്ത കളറ് എന്നെ വരവിൽ തന്നെ അത് കാണാതെ ഉണ്ട് കേട്ടോ. ആരോ വെച്ചെടുക്കുന്നില്ലേ ഒരു മെയിൽ വോയിസ്? അതായത് എക്കോ അടിക്കുന്നു ബ്രോ സൗണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. എന്താ അവിടെ ഒന്ന് കണ്ടോ? അതെ, സെയിം സാധനം. ദൈവമേ, ബ്രോ എന്തോ ബ്രോ ഇത്? ഓ മൈ ഗോഡ്. അവിടെ തന്നെ നിൽക്കണം ബ്രോ. വേണ്ട ബ്രോ, ബ്രോ പോവാ. ബ്രോ 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 വേണ്ട ബ്രോ. ബ്രോ പറയണേക്ക് ബ്രോ. കൂട്ടിയേക്കാണല്ലോ. അതും തിരിപ്പുണ്ട് ഭാഗത്ത് തിരിപ്പുണ്ട്. എന്റെ ദൈവമേ, ആത്മാവാണ് അല്ലെങ്കിൽ പ്രേതമാണ് മരിച്ചു പോയത് ആണെന്നുണ്ടെങ്കിൽ യെസ് എന്ന് പറയാൻ പറ്റുമോ? യെസ് എന്നല്ല കേട്ടെ. നേരത്തെ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി നടന്നു പോയപ്പോഴത്തേക്ക് എൻ്റെ കോളറി പിടിച്ച് വലിച്ചെന്നെ നിലത്തിട്ടായിരുന്നു. അത് ഈ കരീം എന്ന് പറഞ്ഞ നിങ്ങളാണോ? ഓണമായിരുന്നു. വണ്ടിയാണോ അവിടെ നിപ്പുണ്ടോ? അവിടെ എന്തോ കാണിക്കോടെ നജീബേ. വണ്ടി 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 ഇട് വണ്ടി ഇട് വണ്ടി ഇറ നീ വണ്ടി ഇട് വണ്ടി ഇട് ഇവിടെ വണ്ടി ഇറ നീ. ഞാൻ നിനക്ക് സംഭവം കാണിച്ചു തരാം കേട്ടോ. നിങ്ങളൊരു സാധനം കാണിച്ചു തരാം ഇപ്പം. ഓ മൈ ഗോഡ്, രണ്ട് ഇവിടെ ആയിട്ട് ഞാൻ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു ബ്ലാക്ക് ഷാഡോ. ഇത് വന്നിട്ട് നജീബ്. ഇത് നജീബാ. പക്ഷേ ഈ സാധനം കണ്ടോ, ഒരു കറുത്ത കളറുള്ള സാധനം ഇപ്പം ഇവിടെ. നജീബ് അങ്ങനെ ഇത് അറിയുമായിരുന്നെങ്കിൽ അവൻ ഇപ്പം എടുത്ത് ചാടും ആ കുഞ്ചിലോട്ട്. ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. എന്റെ ദൈവമേ, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണേ ജസ്റ്റ്. കാരണം മനുഷ്യന്മാരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയത്ത് പോലും ഇല്ല. അതെ, കാക്കയുടെ സൗണ്ട് കേൾക്കുന്നു ഈ സമയത്ത്. സമയം 1:30 ആയിട്ട് ഈ കാക്കയുടെ സൗണ്ട് കേൾക്കുന്നു ഈ സമയത്ത്. ഈ സമയത്ത് കാക്കയുടെ സൗണ്ട് കേട്ടില്ലേ? അവിടെ നിന്ന് കേൾക്കുന്നത് പക്കായിട്ട് അവിടെ നിന്ന് കേൾക്കുന്നത്. സൗണ്ട് അവിടെ നിന്ന് കേട്ടായിരുന്നു. ഇങ്ങനെ അവിടെ എന്തോ ഉണ്ട്. ഗൈസ് വന്നിട്ട് എല്ലാവരും വന്നിട്ട് ചില കമന്റ് സെക്ഷൻ വന്ന് ചോദിക്കുന്നുണ്ട് ഈ ടോർച്ച് എന്താ യൂസ് ചെയ്യാത്തെന്നുള്ളത്. ടോർച്ച് യൂസ് ചെയ്യുന്ന വന്നിട്ട് ചില അതായത് എക്കോ അടിക്കുന്നു ബ്രോ സൗണ്ട്. ബ്രോ എക്കോടല്ലേ ഇപ്പൊ സൗണ്ട് ക്ലിയർ ആയിട്ട് എക്കോ അടിച്ചു പോകും. അത് മീൻ സൗണ്ട് ഇവിടുന്ന് വന്നയാണോ അത് ഇവിടുന്ന് വന്നയാണോ അടിച്ച് എക്കോ അടിച്ചു. എവിടാ അവിടുന്ന് എന്തോ ഒരു ഒരക്കണ ശബ്ദം കേട്ടായിരുന്ന ബ്രോ. അതല്ല 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 അവിടെ നിന്നല്ല, അവിടെ നിന്നല്ല. നേരത്തെ വോയിസ് കേട്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ? അവിടെ നിന്നായിട്ട് ആ ഭാഗത്തുനിന്നായിട്ട് മീൻസ് വലുതായിട്ടൊന്നും ഞാൻ കേട്ടില്ല. ഒരു എന്താ പറയുക, ഇത്ര അറ്റുന്നതുകൊണ്ട് വലുതായിട്ട് കേൾക്കാൻ പറ്റില്ല, എന്നാലും കേട്ടിയാ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ കേട്ടു. വന്നിട്ട് ടോർച്ച് വന്നിട്ട് എല്ലായിടത്തും വന്നിട്ട് ഈ സൈഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ ടോർച്ചിന്റെ പവർ എന്ന് പറയുന്നത് ഭയങ്കര ലോങ് പവറാണ്. അത് വന്നിട്ട് ഒരു ഇത്ര ഡിസ്റ്റൻസിൽ വന്നിട്ട് ഒരു സർക്കിളിൽ വന്നിട്ട് ലൈറ്റ് ഇങ്ങനെ പോകുന്നതുകൊണ്ട് നമ്മൾ വന്ന് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലൈറ്റ് വന്നിട്ട് പുറത്തോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് അത് വെച്ച് തന്നെ കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. പെട്ടെന്ന് നാട്ടുകാർ വന്നിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ലോക്കൽ കണ്ടിട്ട് വന്നിട്ട് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അധികം ലൈറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല മിക്ക സ്ഥലങ്ങളും വന്നിട്ട്. ഇതുകൂട്ടല്ല ലൈറ്റ് വന്നിട്ട്
അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ലോങ്ങിൽ ലൈറ്റ് പോകുന്നുണ്ട്. അത് ദൂരെ ഉള്ളവർക്ക് വന്നിട്ട് ഈസി ആയിട്ട് വന്നിട്ട് മനസ്സിലാവുന്നുണ്ട് അവിടെ ആരും നിൽപ്പുണ്ടെന്നുള്ളത്. അതുകൊണ്ട് ലൈറ്റ് അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ മനസ്സിലാക്കാൻ സംഭവം എന്നുള്ളത്. ഞാൻ കേൾക്കുന്നുണ്ട്. ബ്രോ ഒരു മിനിറ്റ്, നമ്മുടെ അവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ടോ? ലോറി ആ വണ്ടിയില്ല പൊളിഞ്ഞതാ ബ്രോ. ലോറിയിലൂടെ കറക്റ്റായിട്ട് ഇപ്പോൾ ആരും നിൽക്കുന്നത് കണ്ടായിരുന്നു. ആ ലൈറ്റ് അടിയല്ലോ. ആ ലോറി കണ്ടോ? അതാ ലൈറ്റിലവിടെ. ആ ലോറിയുടെ സൈഡിലായിട്ട് ആരോ കറക്റ്റായിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇപ്പോൾ അന്നേ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. അല്ല ബ്രോ, ഞാൻ കണ്ട് ക്ലിയർ ആയിട്ട് നമുക്ക് രൂപത്തെ കണ്ടത് അവിടെയാണ് കണ്ടത്. ആ അതാ പറഞ്ഞ ഇപ്പം ഞാൻ കണ്ടതാ. അവരെ കൂടെ നടന്നിട്ടുണ്ടല്ലേ ഫുഡ് സ്റ്റെപ്പ്. അടുത്ത് കൂടി നമ്മുടെ തൊട്ട് ബേക്കിലുണ്ടാ. ഹലോ ബ്രോ, ഇവിടുത്തെ ഈ വെള്ളമില്ലേ ചിരിക്കാൻ കേട്ട് വെള്ളം കോര ഈ നടക്കുമ്പോ ഒരു വെള്ളത്തിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോ എനിക്ക് പേടിയാൻ പറ്റാ പോയെന്താ. ഇല്ല ബ്രോ, ഇവിടെ വെള്ളം പോലും ഇല്ല. വെള്ളമുണ്ട്, സെൻട്രൽ വെള്ളമുണ്ട്. ആ പക്ഷേ കേട്ട് ക്ലിയർ ആയിട്ട് ഞാൻ കേട്ട്. നമ്മൾ വെള്ളത്തിൽ കൂടെ നടക്കുമ്പോഴത്തേക്കും കാല് വലിച്ച് നടക്കൂലേ, അപ്പൊ ഒരു ശബ്ദം ഉണ്ടാവും. ആ ശബ്ദം പക്കായിട്ട് ഞാൻ കേട്ടു. അടുത്ത് വീടൊക്കെ ഉണ്ട്. വീടില്ലെന്നല്ല പറയുന്നത്. അടുത്ത് വെച്ചാൽ നല്ല രീതിയിൽ ഇത് വന്നിട്ട് രണ്ട് സൈഡും വന്നിട്ട് പുഞ്ചയാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ നല്ല ലോങ്ങിൽ നിന്നുള്ള വീട് പോലും ഇവിടെ കാണാൻ പറ്റും, അടുത്തായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് വീടുകളൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ നല്ല ദൂരമുള്ള വീടുകളാണ് അത്. ഇതിൽ കാണുന്ന ലൈറ്റൊക്കെ വീട് കാണാം, പക്ഷെ നല്ല ദൂരെയാണ് വീടൊക്കെ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ വന്നപ്പോഴത്തേക്കും ഇവിടെ അത്ര വലിയ പട്ടികളൊന്നും കണ്ടില്ല. 2 പട്ടികൾ അത്ര കണ്ടുള്ളൂ. അത് ഇവിടെ നിന്നല്ല, നമ്മൾ ആ വരുന്ന അവിടെ വെച്ച് അമ്മണ്ടേ അല്ലേ. പക്ഷേ അറിയാൻ പാടില്ല. അതിൻ്റെ സൗണ്ടില്ല അവിടുന്ന് കേട്ടെ. അവിടെ നിന്ന് നോക്കാം. ഏകദേശം ആക്ച്വലി വണ്ടി ഇവിടെ വച്ചേക്കുന്ന ആ സ്ഥലത്താണ് വണ്ടി വച്ചേക്കുന്നത് തന്നെ. വണ്ടി ആ നമ്മൾ ഇവിടെ രൂപത്തിൽ കണ്ടു തന്നെ. ചോദ്യത്തിന് ഇവിടെ വെച്ചാണെങ്കിൽ ഇപ്പൊ ഇവിടെ കണ്ട് ശരിയാണ്. ഫുൾ സ്റ്റെപ്പ് സൗണ്ട് കേൾക്കുന്നുണ്ട് ബ്രോ. കേൾക്കുന്നുണ്ട് ബ്രോ. കൂടെ തന്നെ ഞങ്ങളുടെ ആരാണ്ട് കൂടെ വരുന്നത് ഫീല്. ഇതൊക്കെ സംഭവം ഫീലായി. നമ്മൾ വണ്ടി വന്നപ്പോൾ എന്നോട് പറഞ്ഞില്ലേ, നീ പറഞ്ഞില്ലായിരുന്നു ബ്രോ ആരാണ്ട് കൂടെ വരുന്ന, ഐ മീൻ കൂടെ തന്നെ ആര് വണ്ടിയിൽ വരുന്ന ഫീല് വരുന്നുണ്ടായിരുന്നു. എനിക്ക് ഇത് തോന്നിയാണോ ഇവര് പറഞ്ഞുകൊണ്ട് അങ്ങനെ തോന്നിയാണോ? ബട്ട് സൗണ്ട് ഇപ്പൊ കേൾക്കുന്നപ്പോ നമ്മള് കണ്ട രൂപ അപ്പോ അതെ അതല്ല ഞാൻ വണ്ടിക്ക് വന്ന് പറഞ്ഞ കാര്യം എന്താ അറിയോ? കാരണം നമ്മ വണ്ടിക്ക് വന്നപ്പോഴത്തേക്കും നമ്മ വന്ന മീൻസ് മെയിൻ റോട്ടിൽ കൂടി ഓക്കെ വണ്ടികളൊക്കെ പോകണ്ടായിരുന്നു അടുത്ത് കൂടിയൊക്കെ. പക്ഷെ നമ്മ ഇങ്ങോട്ട് കയറിയില്ലേ, കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒറ്റ മനസ്സിലായില്ല. എന്നാൽ ഞാൻ നല്ല വ്യക്തമായിട്ട് എനിക്ക് കേൾക്കുന്നുണ്ട്. ചില സമയത്തൊക്കെ എന്തോ അടുത്ത് കൂടി വന്നതിന് എൻ്റെ സൈഡിൽ ഓരോ കണ്ണി കൂടി എന്തോ ഒന്ന് കാണുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നോക്കുമ്പോൾ ഒന്നുമില്ല. ബ്രോ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് വണ്ടിയിൽ നിന്നുകൊണ്ട് തന്നെ ബ്രോ എന്തോ നമ്മുടെ കൂടെ ഉണ്ടെന്ന്. അവിടെ വന്ന് നമ്മൾ വണ്ടി വെച്ച് ബ്രോ ആ മൂത്രിക്കാൻ വേണ്ടി പോയി. ഞാൻ ക്യാമറ സിറ്റുകൊണ്ട് സമയത്ത് നമ്മൾ ഇത് കണ്ടത്. അത് കേട്ടോ, അത് ഭയങ്കര ക്യാപ്ചർ ആയിരുന്നു. ഐ മീൻ നമ്മൾ കണ്ടത്. അല്ല ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്നും നമുക്കൊന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ? പിന്നെ നമ്മളെങ്ങനെ അത് വന്നാലല്ലേ അത് മനുഷ്യരല്ല കൺഫേം ആയി. എനിക്ക് ഈ ലൊക്കേഷൻ സജസ്റ്റ് ചെയ്ത ആളോട് പറയാനുള്ളത്, ഇല്ലീഗലായിട്ട് ചെയ്യുന്ന ആരും ഞാനിതുവരെ കണ്ടിട്ടില്ല, ഞങ്ങളത് കണ്ടിട്ട് പോലില്ല. അവരുടെ ഒരു പ്രസൻസും ഇതിൽ ഇല്ല. ബട്ട് അതിലുപരി എന്തെങ്കിലും ഇവിടെ സംഭവം ഉണ്ടോ ഇല്ലെന്നുള്ളത് എനിക്ക് ക്യാപ്ചർ ചെയ്താലേ എനിക്ക് പ്രോപ്പർ പറയാൻ പറ്റും. അല്ലെങ്കിൽ എനിക്ക് ഫുട്ടേജ് വന്നിട്ട് വീട്ടിൽ പോയി ചെക്ക് ചെയ്യണം. എന്നിട്ട് ഞങ്ങളോട് വന്നപ്പം ഒരു സംഭവം കണ്ടു,
ക്ലിയർ ആയിട്ട് കണ്ടു, സൗണ്ടുകളും കേൾക്കുന്നുണ്ട് ക്ലിയർ ആയിട്ട്. ബട്ട് അതിൽ കൂടെ എനിക്കൊന്നും പറയാനില്ല. എന്തായാലും നോക്കാം, വന്നതേ ഉള്ളൂ. വാ, അവിടെ വേറെ സമയം അധികം ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ഷൂട്ട് ചെയ്തിട്ട്, ഇത് ചെറിയ വീഡിയോ തന്നെ ആയിരിക്കും, പെട്ടെന്ന് ഷൂട്ട് ചെയ്തിട്ട് പെട്ടെന്ന് പോകണം. കാരണം കുറച്ച് ഇഷ്യൂ ഉണ്ട്, അത് വേറെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അത് പറയാൻ പറ്റില്ല. അത് നജീബ് ഞാൻ പറഞ്ഞില്ല വരുന്ന സമയത്ത്, അതുകൊണ്ട് പെട്ടെന്ന് പോകണം. പെട്ടെന്ന് ഷൂട്ട് ചെയ്തിട്ടൊന്ന് പോവാം. ബ്രോ 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 അടുത്ത്, ശരിക്കും അടുത്ത് തന്നെ ഉണ്ട് ബ്രോ, അടുത്ത് തന്നെ ഉണ്ട്. ഇത് റോഡായതുകൊണ്ട് തന്നെ അധികം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യാനൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് എക്സ്പ്ലോർ ചെയ്യാനാ, ഇവിടെ അവിടെ നിന്നും കൊടുക്കും. ഇവിടെ വേറെ ഒന്നുമില്ല, ഒരു മനുഷ്യനെ പറ്റി ഒന്നും കാണുന്നില്ല. പക്ഷെ ഇവിടെ ഇതൊക്കെ നടക്കുന്നത് എന്താ സംഭവിക്കും അറിയില്ല. നമ്മുടെ പുറകെ നമ്മൾ നടക്കണേ, നമ്മുടെ പുറകെ വരുന്നു. അജിബേ, ധൈര്യമായിട്ട് നിന്നിട്ട് ആരാൻ ചോദിച്ചേ? ആരെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ പുറകെ ആരെങ്കിലും ഉണ്ടോ? ആരോ വരുന്ന പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആരാന്ന് പറഞ്ഞ കുറച്ചൊന്നും നന്നായിരുന്നു, കാരണം ഈ പേടിക്കലാണ്ട് ഒഴിവാക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. മനുഷ്യന്മാരല്ലെല്ലാം ചോദിച്ചു. മനുഷ്യനല്ല എന്ന് മനസ്സിലായത്, കാരണം ആരാന്ന് വെച്ചാൽ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. മനുഷ്യനാണെങ്കിലും പറഞ്ഞു, എനിക്ക് തോന്നണ മനുഷ്യനല്ല എന്നാണ്, വേറെ എന്തോ ഒരു ഇതായിട്ടാണ്. പക്ഷെ മനുഷ്യനാണെങ്കിലും പറഞ്ഞു, ഒരു കുഴപ്പമില്ല. അതെ, നമ്മൾ ആ ചായ കുടിച്ചില്ലായിരുന്നു കടയിൽ നിന്ന്, അതിൻ്റെ കൊള്ളത്ത് ബന്ധമുണ്ട്, ഒരുമാതിരി വല്ലാത്തൊരു വയറിന് ഫീല്. നന്നായി അല്ല വേറെ പറഞ്ഞത്. വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് മുകളിലേക്ക്, അവിടെ നിർത്തിയിട്ടായിരുന്നല്ലോ. ആരത് മനുഷ്യരോ? ഈ സാധനം കിടപ്പുണ്ട് ഇവിടെ. ഇല്ല, സൈഡിലാൻ കിടപ്പുണ്ട്. വീട്ടിലാകുമ്പോ ആദ്യം സൊമാറ്റോന്റെ ബാഗ് കളഞ്ഞാന്ന്. ആര് ഇല്ല, പറ്റിക്കിടക്കണം അറിയത്തില്ല. വെള്ളം അടിച്ച് കിടക്കണം. ഞാൻ പെട്ടെന്ന് എനിക്കൊന്ന് പോയി ഇങ്ങനെ കിടക്കുന്നു ഈ റോഡിൽ. ഇത്ര സൗണ്ട് കേട്ട സ്ഥലത്ത് ഇങ്ങനെ കിടക്കുന്നു ഒരു രൂപം. ഇളങ്ങാനാണ് അറിയില്ല ആരാണ്. ഇനി ഒന്നും പറ്റിക്കിടക്കണം മയില്. നമ്മളിവിടെ നിൽക്കണ ഡേഞ്ചറുണ്ടോ? എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ക്യാമറ ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് പണി കിട്ടും. അവിടെ വണ്ടി ഉണ്ട് എടുത്ത്, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം അത്. കാരണം ക്യാമറ ഇല്ലെങ്കിൽ എല്ലാം കണ്ടിട്ടുണ്ടാവും. നമ്മുടെ അറിയുന്നത് കേട്ടൊന്ന് ഉറങ്ങാം ബ്രോ. വേണ്ട, അടുത്ത് നിൽക്കണ്ട. സൗണ്ട് ഇന്ന് ക്ലിയർ ആയിട്ട് കേട്ടു ബ്രോ. ഇപ്പോൾ ജസ്റ്റ് സൗണ്ട് ഇപ്പം ക്ലിയർ ആയിട്ട് കേട്ടായിരുന്നു. ആ എൻ്റെ ദൈവമേ, എന്തോന്ന് ബ്രോ ഇത്? ഇവിടെ നമ്മളിൽ അങ്ങനെ കണ്ടപ്പോൾ തൊട്ട് ഇവിടെ കിടക്കുന്ന എല്ലാം ഇല്ല, അതായത് മനുഷ്യന്മാരോട് കിടക്കുന്നത്. അങ്ങനെ ഏതോ വെള്ളം അടിച്ചിട്ട് ഇതാ ഒരു പോലെ ടാടാ. എന്തോ എൻ്റെ പൊന്ന് ദൈവമേ, പിടിച്ച്. അതിനാണെങ്കിൽ ഞങ്ങൾ അങ്ങേര് കണ്ടായിരുന്നു. ഒത്തു പറഞ്ഞാൽ എൻ്റെ നജീബിൻ്റെ ജീവൻ പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ ഒരാളെ കൊന്നിട്ടേക്കുന്ന തൊട്ട് ചത്ത് കിടക്കുന്ന തൊട്ട് കിടക്കുന്ന അങ്ങേര് ജീവൻ പോയി ഒരു സെക്കൻഡത്തേക്ക്. അതുകൊണ്ട് ഞങ്ങൾ ശരിക്കും ഞെട്ടി. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് സംഭവം മനസ്സിലായത്. അങ്ങേർക്ക് വന്നിട്ട് അനക്കമൊന്നും ഇല്ല. ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ട് കുറേ ഞാൻ വിളിച്ചു നോക്കി, ഒരു അനക്കവും ഇല്ല.
അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇവിടെ നിന്നിട്ട് ദൂരെ മാറി നിന്നപ്പോഴത്തേക്ക് അടക്കം കണ്ടിട്ടില്ല. ഇപ്പോൾ ദൂരെ മാറി നടന്ന് എന്തോ കമ്പുടിയാണോ ദൂരെ മാറി ഞങ്ങൾ നിന്ന് ഞങ്ങളിങ്ങനെ ലോങ്ങിലോട്ട് വന്നിങ്ങനെ മാറി നിന്നപ്പോഴത്തേക്ക് അങ്ങേര് അതായത് ആ ഒരാൾ ഒന്ന് നടന്നു പോകും അങ്ങോട്ടങ്ങ്. അയ്യോ ഒരു സെക്കൻഡ് അങ്ങ് ഹാർട്ട് ബീറ്റ് നിന്ന് പോയി. കാരണം ഞെട്ടിപ്പോ ശരിക്ക്. പിന്നെ എന്താ പറയണേ, ആരെങ്കിലും എന്ത് സംഭവിച്ചു എന്താ പറയുക ഒന്ന് ഒരു സെക്കൻഡത്തേക്ക് എന്തായാലും ഒരു കാര്യം പറയാം. ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട് ഉറപ്പാണ്. ക്യാരറ്റ് എടുത്തുണ്ടോ പരിപാടിക്ക് എന്തൊക്കെ നടക്കുന്നുണ്ട് ഇല്ല എന്തൊക്കെ നടക്കുന്നുണ്ട് ചന്ദ്രൻ നോക്കി കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്നു. അതെ ഹലോ സൈലൻസർ നല്ലോണം സൈലൻസർ കൊണ്ടേക്കുന്നു. ഇവിടെ അങ്ങോട്ട് ആർക്കും പ്രവേശനം ഇല്ല അകത്തോട്ട്. അവർക്ക് എന്തൊന്നും ബ്രോ ഇവിടെ സംഭവിക്കുന്നേ അറിയാൻ പാടില്ല ബ്രോ. പക്ഷേ എന്തോന്ന് നമ്മളെ ഫോളോ ചെയ്യുന്ന പോലെ. പക്ഷെ എനിക്കൊരു സംഭവം ഉറപ്പാണ്, ഇവിടെ വന്നിട്ട് ഹെവി ആയിട്ട് എന്തൊക്കെയോ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതെനിക്ക് ഉറപ്പാണ്. എന്തോ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ത് വലിച്ചു സൗണ്ട് കേട്ടിപ്പോ ഞാൻ കേട്ടു. പക്ഷെ ഞാൻ ഇവിടെ നിന്നല്ല, ഞാൻ ഇതിന്റെ ഇവിടെ നിന്നാ. ഇത് കണ്ടോ ഈട്ടങ്ങനെ ഈ സാധനം ഇങ്ങനെ ശബ്ദം കേട്ടോ. ഇവിടെ അതിട്ട് പോകണം, പാമ്പാണ് കേട്ടോ.